PSC വഴി ഒരു സർക്കാർ ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. ജോലിയുടെ സ്ഥിര സ്വഭാവവും കാലാകാലങ്ങളിൽ പരിഷ്കരണ വിധേയമാകുന്ന മെച്ചപ്പെട്ട ആകർഷണീയമായ സേവന വേതന വ്യവസ്ഥകളുമാണ് PSC വഴി നേടുന്ന ജോലിയുടെ പ്രധാനപ്പെട്ട ആകർഷണീയത. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ മത്സരത്തെയാണ് ഓരോ വിദ്യാർത്ഥിയും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്നാണ്. നോക്കൂ, കേരള PSC ഇന്ത്യയിലെ മറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ധാരാളം ആൾക്കാർക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം റിക്രൂട്ട്മെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ കേരള PSCയുടെ പരീക്ഷകൾക്ക് കടുത്ത മത്സരമാണ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരിക. അപ്പോൾ എങ്ങനെയാണ് ഈ കേരള PSCയുടെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക? നോക്കൂ, കേരള PSC 2020 മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 2020 മുതൽ PSC പരീക്ഷയുടെ സിലബസും പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ പാറ്റേണും ഒക്കെ ആകെ പരിഷ്കരിക്കുകയുണ്ടായി. പ്രധാനമായും ശാസ്ത്ര വിഷയങ്ങൾ, ഗണിതം, ഇംഗ്ലീഷ്, മലയാളം, മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ, ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു പരമ്പരാഗതമായി PSC പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത്തരം മേഖലകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ചോദിക്കുന്ന രീതിയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരികയും വിദ്യാർത്ഥികളുടെ ഓർമ്മ പരീക്ഷിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ വിശകലന ശേഷിയും ദൈക്ഷണിക ബോധവും പരിശോധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ PSC പരീക്ഷയിൽ 2020 ശേഷം ധാരാളമായി വരാൻ തുടങ്ങി. അപ്പോൾ അതുവരെ റാങ്ക് ഫെയിലുകൾ മാത്രം നോക്കി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത്. പലരും PSC പഠനം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടായി. തങ്ങൾക്കിത് കീഴടക്കാൻ കഴിയില്ല, തങ്ങൾക്കൊരു PSC വഴി ഇനിയൊരു ജോലി നേടാൻ കഴിയില്ല എന്ന നിരാശയിലേക്ക് പലരും പോയി. പക്ഷേ അങ്ങനെ നിരാശപ്പെടേണ്ടതാണോ? അത്രത്തോളം ബുദ്ധിമുട്ടാണോ PSC പരീക്ഷകൾ പഠിച്ച് പാസ്സാകുവാൻ? അല്ല എന്നാണ് ഉത്തരം. PSCയുടെ പാറ്റേൺ മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ പഠനത്തിന്റെ പാറ്റേൺ കൂടി മാറ്റിയാൽ നമുക്ക് മെച്ചപ്പെട്ട നിലയിലുള്ള വിജയം നേടാൻ സാധിക്കും. മുൻപത്തേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് PSC പരീക്ഷകൾ നേടാൻ എന്നുള്ളതാണ് വാസ്തവം. മാറേണ്ടത് നമ്മുടെ പഠനശൈലിയാണ്. അപ്പോൾ ആ നിലയിലേക്ക് വിശകലനാത്മകമായി നമ്മുടെ പഠനം മാറേണ്ടതുണ്ട്. എങ്ങനെയാണ് അത്തരത്തിൽ മാറേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓരോ വിഷയത്തെയും ആഴത്തിൽ പഠിക്കുക, ഓരോ വിഷയത്തിലുമുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കണ്ടെത്തി, ഒഥന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കണ്ടെത്തി ആ ടെക്സ്റ്റുകൾ വായിക്കുക. എവിടെ നിന്നാണ് PSCയുടെ ചോദ്യങ്ങൾ വരുന്നത്, PSCയുടെ ചോദ്യങ്ങൾ വരുന്ന സോഴ്സുകൾ മനസ്സിലാക്കി ആ പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ആഴത്തിലുള്ള ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള പഠനം ഇന്ന് PSC ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആദ്യത്തെ 1-2 അറ്റംപ്റ്റ് കഴിയുമ്പോൾ തന്നെ പലരും നിരാശരായി ഈ മേഖല ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ 1-2 തവണ അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ജോലിയുടെ കവാടം വരെ എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ വേണ്ട എന്ന് കരുതി ഉപേക്ഷിച്ച് പോകുന്നത്. ചിലപ്പോൾ അടുത്ത ഒരു അറ്റംപ്റ്റിലായിരിക്കും അവർക്ക് വിജയിക്കാൻ കഴിയുക. അപ്പോൾ PSC വിജയിക്കുന്നതിനാവശ്യമായ ഏറ്റവും പ്രാഥമികമായ മറ്റൊരു ഉപദേശം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി പരിശീലിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 വർഷം ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടാതെ, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടാതെ, നമ്മുടെ സംയമനം നഷ്ടപ്പെടാതെ ക്ഷമയോടുകൂടി പഠിക്കുന്നതിനും കാലികമായ വിഷയങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും വിദ്യാർത്ഥികൾ ശ്രമിക്കണം. തീർച്ചയായും ഇന്ന് അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ വിശകലനാത്മകമായ പഠന രീതിക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനായിട്ടും ഒക്കെ ഉണ്ട്. അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി PSC പരീക്ഷകളിൽ ഏറ്റവും മികച്ച നിലയിൽ പെർഫോം ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.